ചന്ദ്രനിൽ ഒരു നിധി കൂമ്പാരമുണ്ട്. ഭൂമിയിലെ ഡയമണ്ടിനേക്കാൾ സ്വർണത്തേക്കാളൊക്കെ മൂല്യമുള്ള നിധി കൂമ്പാരം. അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പേര് ഹീലിയം 3 എന്നാണ്. അത് ഹീലിയത്തിൻ്റെ ഒരു ഐസോറ്റോപ്പാണ്. ഹീലിയം 3യുടെ പ്രത്യേകത നമുക്ക് അതുപയോഗിച്ചിട്ട് വലിയ അളവിൽ തന്നെ ഊർജ്ജമുണ്ടാക്കാൻ സാധിക്കും. എന്നാൽ കാര്യമായിട്ടുള്ള ന്യൂക്ലിയർ വേസ്റ്റുകളൊന്നും തന്നെ അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. ഭൂമിയിലും ഹീലിയം 3 ഉണ്ട്. എന്നാൽ ഭൂമിയിൽ വളരെ വളരെ റെയറായിട്ട് മാത്രമാണ് നമുക്ക് ഹീലിയം 3യെ കണ്ടെടുക്കാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ചന്ദ്രനിൽ ഇത്രയധികം ഹീലിയം 3 ഉണ്ടായത്? അതിൻ്റെ കാരണം ചന്ദ്രൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അഭാവമാണ്. അതൊരു അനുഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ ഭൂമിക്ക് ശക്തമായിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡുണ്ട്. അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നത്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ സൂര്യനിൽ നിന്ന് വരുന്ന ശക്തമായിട്ടുള്ള സോളാർ വിൻഡിനെ തടഞ്ഞു നിർത്താൻ സാധ്യമാകുന്നു. എന്നാൽ ചന്ദ്രന് ഇത്തരത്തിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡുമില്ല. അതുകൊണ്ട് തന്നെ ആ ശക്തമായിട്ടുള്ള സോളാർ വിൻഡുകൾ ചന്ദ്രൻ്റെ പ്രതലത്തിലേക്ക് അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ഋഗോലത്തിലേക്ക് വന്ന് ആഞ്ഞടിക്കുകയാണ്. അതിനെ തുടർന്നാണ് അതിൻ്റെ പ്രതലത്തിൽ ഹീലിയം ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ ഹീലിയം 3 ഡെപ്പോസിറ്റുകൾ ഉണ്ടാകുന്നത്. അത് ഖനനം ചെയ്തെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് മനുഷ്യരാശിയുടെ ഒരു കുതിച്ചുചാട്ടം തന്നെയായിരിക്കും. കാരണം വലിയ അളവിലുള്ള ഊർജ്ജമാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അതും ഒട്ടും തന്നെ ന്യൂക്ലിയർ വേസ്റ്റുകളില്ലാതെ, ന്യൂക്ലിയർ റേഡിയേഷൻ ഇല്ലാതെ. സബ്സ്ക്രൈബ് ദിസ് ചാനൽ ഫോർ മോർ വീഡിയോസ്.